ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ആലിയ ഭട്ടിന്റെ മേലുള്ള കുറ്റാരോപണം ഇവർക്ക് തോൽവി അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇക്കാര്യം സത്യമാണോ ആലിയ? കുട്ടിക്കാലം മുതലേ താങ്കൾ ഏതൊരു കാര്യവും സ്കൂളിലാണെങ്കിൽ ശരി തോറ്റുപോയാൽ കരയുമെന്ന്. എനിക്ക് അത് ഓർമ്മയുണ്ട്. ഞാൻ 4ാം ക്ലാസ്സിലായിരുന്നു. ആ സമയത്ത് സ്കൂളിലൊക്കെ നടക്കാറില്ലേ ആനുവൽ സ്പോർട്സ് ഡേ, ഞാനന്ന് അതിൽ എല്ലാ സ്പോർട്സിലും പങ്കെടുത്തിരുന്നു. എല്ലായ്പ്പോഴും ഞാൻ ഫസ്റ്റ്, സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ആയിരിക്കും. റണ്ണിംഗ് റേസിൽ 4th സ്റ്റാൻഡേർഡിൽ അവർ റൂൾസ് എല്ലാം മുഴുവനും മാറ്റി. അന്നെന്തോ ബുക്ക് ബാലൻസിംഗ് റേസ് ആയിരുന്നു. ഇതൊക്കെ ഒരു റേസായി കണക്കിലെടുക്കാമോ എന്നായിരുന്നു. ഞാൻ ബുക്ക് ബാലൻസ് ചെയ്ത് പോകുമ്പോൾ ആ ബുക്ക് താഴെ വീണു. ഞാൻ വേഗത്തിൽ പോകുമ്പോഴാ ബുക്ക് താഴെ വീണത്. അപ്പൊ പിന്നെ ഞാൻ തേർഡായില്ല, 4th ആയില്ല. കാരണം ബുക്ക് വീണപ്പോൾ തന്നെ ഞാൻ വളരെ സ്ട്രെസ്സായിത്തീർന്നു. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. കാരണം അതെനിക്ക് അംഗീകരിക്കാനേ കഴിഞ്ഞില്ല. എനിക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആ പൊസിഷൻ കിട്ടിയില്ല എന്നുള്ളത്. എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ തോറ്റു എന്നുള്ളത്. എനിക്കതിന്റെ അർത്ഥമേ അറിയില്ല. കാരണം ഞാൻ ഒരിക്കലും തോറ്റിട്ടില്ല. അല്ല, ഞാൻ ഒരിക്കലും പഠിപ്പിൽ റാങ്ക്സ് ഒന്നും വാങ്ങാറില്ല. കാരണം എനിക്കതിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. സോറി, ഇവിടെ ആരെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടാവോ? ഒരുപക്ഷെ ഞാൻ ഇൻട്രസ്റ്റ് എടുത്ത് അതിലെങ്ങാനും തോറ്റിരുന്നുവെങ്കിൽ അതെനിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ അച്ഛന്റെ അടുത്ത് പോയി. അച്ഛൻ വളരെ വ്യത്യസ്തനാണല്ലോ. നിന്റെ തോൽവി എപ്പോഴും വിജയത്തിന്റെ മുന്നോടിയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. തോൽവി അത്യാവശ്യമാണെന്ന്. തോൽവിയിലുണ്ടാകുന്ന സന്തോഷം ഒന്ന് വേറെയാണ്. അല്ല, ആ സമയത്ത് ഞാൻ വളരെ ചെറുതാ. പക്ഷെ പിന്നീടൊരു കാലത്ത് എന്റെ ഫിലിം നന്നായിട്ട് ഓടിയില്ല, ശാന്താർ. അതത്ര നന്നായിരുന്നില്ല, അതുകൊണ്ടാ ഓടാഞ്ഞേ. അത് മാത്രായിരുന്നു നന്നായി ഓടാത്ത ഫിലിം. ഇപ്പോ രാസിയും കൂടെ ചേർത്ത് 10 ഫിലിം ചെയ്തു. അത് മാത്രം ഓടാത്തത്. ആ സമയത്തും എന്റെ മനസ്സ് വളരെ തളർന്നു പോയിരുന്നു. അപ്പോഴും എന്റെ അച്ഛൻ വന്നു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഒബ്വിയസ്ലി അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്തു. പക്ഷെ അദ്ദേഹം ഒരു കോട്ട് പറഞ്ഞിരുന്നു. ആ കോട്ടിൽ പറഞ്ഞത് ബെസ്റ്റ് റിവെഞ്ച് ഈസ് മാസീവ് സക്സസ് എന്നാ. അത് ഞാൻ വലിയ ബോർഡാക്കി ചുവരിൽ ഞാൻ കിടക്കുന്ന ബെഡിന്റെ പുറകിൽ ഒട്ടിച്ചു വെക്കുകയായിരുന്നു. എന്നിട്ട് എല്ലാ ദിവസവും ഞാനത് നോക്കി ആശ്വസിക്കാറുണ്ടായിരുന്നു. പിന്നീട് അതിനൊക്കെ ശേഷം പിന്നെ അടുത്ത വർഷമായിരുന്നു കപൂർ ആൻഡ് സൺസ്, ഉഡ്ത പഞ്ചാബ്, ഡിയർ സിന്ദഗി, അങ്ങനെ ഒരുപാട് ഫിലിം ഫെയർ അവാർഡ്സ്. ഇറ്റ് വാസ് അമേസിംഗ്. എന്നാൽ ആ സമയത്ത് ഞാൻ ഫീൽ ചെയ്തത് ഇറ്റ്സ് ഓൾ സെയിം തിങ്. നിങ്ങൾ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത്, ഹാർഡ് വർക്ക് ചെയ്യുന്നതിലാണ് എല്ലാം കിടക്കുന്നത്. ഒന്നുകിൽ നന്നായി ഫീൽ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിരിക്കണം. എന്തൊക്കെ തന്നെയാണെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുക. അത് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ആലിയോട് ഓഡിയൻസിൽ നിന്ന് ഒരാൾ ചോദിച്ചു, സക്സസിന് എന്ത് മന്ത്രമാണ് ഉള്ളതെന്ന്. ഹാർഡ് വർക്ക് ആണോ? അതായത് കഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മൾ വളരെ ആത്മാർത്ഥമായി ശ്രമിക്കണം. എങ്കിൽ മാത്രമേ വിജയം നമ്മളുടെ കയ്യിലെത്തൂ. ഒരുപാട് പേർ കാരണങ്ങൾ ഒരുപാട് പറയും. പക്ഷേ നമ്മൾ മനസ്സുകൊണ്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നെവർ ഗെറ്റ്സ് യു കാൻ മിസ് ഇറ്റ്. അത് തീർച്ചയായും തിരിച്ചറിയപ്പെടും. ജനങ്ങൾ താങ്കളുടെ വർക്ക് കണ്ട് റെക്കഗ്നൈസ് ചെയ്ത് കാണും, ഫാൻസ് റെക്കഗ്നൈസ് ചെയ്ത് കാണും. അതുപോലെ എന്തെങ്കിലും സാഹചര്യം, അതായത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് താങ്കളുടെ കണ്ണിൽ നിന്നും കണ്ണീര് വന്ന എന്തെങ്കിലും സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും നമ്മളുടെ സ്കെച്ച് ഉണ്ടാക്കി, കാർഡ് ഉണ്ടാക്കി, ലെറ്റർ എഴുതി, അതൊക്കെ വളരെ ഇമോഷണലായി തീരാറുണ്ട്. ഇതിൽ ഞാൻ വിചാരിക്കുന്നത് ഞാൻ വളരെ ബ്ലെസ്ഡ് ആണെന്നാ. നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള വലിയ ആളുകൾ, ബച്ചൻ സർ, ജാവേദ് സർ, ഗുൽസാർ സർ, ഇവരൊക്കെ സപ്പോർട്ട് ചെയ്താലും പ്രശംസിച്ചാലും നീ നന്നായി ചെയ്യുന്നുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞാലും എന്റെ ഉത്തരവാദിത്വം കൂടുകയാണ്. എനിക്കിപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി വന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നന്നായി ജോലി ചെയ്യുകയാണ്. ഐ ഹാവ് ടു മെയിൻറ്റെയിൻ ദ ലെവൽ ഓഫ് ഹ്യൂമാനിറ്റി. അതാ എന്നെ മുന്നോട്ട് നയിക്കുക, അതും നല്ല വർക്കിനോടൊപ്പം. ഹ്യൂമാനിറ്റിയുടെ കാര്യത്തിൽ ഞാനൊരു ഇൻസിഡന്റ് കണ്ടിരുന്നു. അക്ഷയ് കുമാറിന്റെ സെൽഫ് ഡിഫൻസ് വുമൺ എന്നുള്ള ഒരു പ്രോഗ്രാമിന് താങ്കൾ പോയിരുന്നു. അവിടെ ഒരു ലേഡി അവരുടെ ഭർത്താവ് എങ്ങനെയൊക്കെ ഉപദ്രവിച്ചെന്നുള്ള കാര്യം താങ്കളോട് പറഞ്ഞു. അവരോട് സംസാരിക്കുമ്പോൾ താങ്കൾ ശരിക്കും ഇമോഷണൽ ആയെന്ന് കേട്ടു. ഞാൻ മുൻപേ പറഞ്ഞ പോലെ വളരെ സെൻസിറ്റീവാണ്. ഒരുപക്ഷെ ഞാൻ എന്തിലെങ്കിലും വളരെ എൻഗേജ്ഡ് ആണെങ്കിൽ അവരെന്താണോ ഫീൽ ചെയ്യുന്നത് അതേ സെയിം തന്നെ ഞാൻ ഫീൽ ചെയ്യാറുണ്ട്. അവരുടെ കഥ കേട്ട് ഞാനും വളരെ അപ്സെറ്റ് ആയി തീർന്നു. എനിക്കറിയാവുന്ന കാര്യം ഇതുപോലെ ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്നുണ്ട്. അത് വളരെ വലിയ ഇഷ്യൂ ആണ്. നമ്മുടെ കൺട്രിയിൽ മാത്രമല്ല, നമ്മുടെ കൺട്രിക്ക് പുറത്തും. പക്ഷെ അവരുടെ നിസ്സഹായാവസ്ഥ കണ്ട് എനിക്ക് വളരെ വിഷമം തോന്നി. ഒരു പെണ്ണും അങ്ങനെയൊരു സിറ്റുവേഷനിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ആരെങ്കിലും നമ്മളെ അടിക്കാൻ വന്ന സത്യത്തിൽ നമ്മുടെ അച്ഛൻ പോലും നമ്മളുടെ മേൽ കൈവയ്ക്കാതിരിക്കണം.
ആർക്കും നമ്മളെ തല്ലാനുള്ള അധികാരമൊന്നുമില്ല. ഇതൊരു റൂളാണ്. എന്റെ അച്ഛൻ ഒരിക്കലും എന്റെ മേൽ ഇതുവരെ കൈവച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ച് കൈ ഓങ്ങുന്നത് അത്ര നല്ല കാര്യമല്ല. നമ്മുടെ ഹിസ്റ്ററിയിൽ നോൺ വയലൻസിനെ കുറിച്ച് ഒരു ചാപ്റ്റർ ഉണ്ട്. നമ്മൾ ഗാന്ധിജിയെ കുറിച്ച് പഠിക്കുന്നു. അതിനൊക്കെ ഒരു കാരണമുണ്ട്. അതാണ് നമ്മുടെ കൺട്രിയുടെ മൂല്യവും. അതുതന്നെയാണ് കൾച്ചറിന്റെ ബേസിക്. ആ കാരണം കൊണ്ട് തന്നെ സോറി, ഞാൻ വളരെ ഡൈവേർട്ടായി. ഞാൻ വളരെ ഇമോഷണൽ ആയിപ്പോയി. എന്താന്ന് വെച്ചാ അതൊരിക്കലും സംഭവിക്കരുത്. അതൊരിക്കലും ആർക്കും സംഭവിക്കരുത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. തീർച്ചയായും എല്ലാവരും ഈ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യും. ഡൊമസ്റ്റിക് വയലൻസ്, കുട്ടികളെ ഉപദ്രവിക്കുന്നത്, സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഒരിക്കലും ചെയ്യാൻ പാടില്ല. ശരി. നമ്മുടെ സൊസൈറ്റിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരാൾ എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആരംഭിച്ചാൽ വലിയ അളവിന് ആ സൊസൈറ്റി തന്നെ അത് തടുക്കത്തുള്ളൂ. അതായത് എന്തുകൊണ്ടാണ് അത് അലോ ചെയ്യാത്തതെന്ന് വെച്ചാൽ, കാരണം അവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഒരു എക്സാമ്പിൾ പറയൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞങ്ങൾ ഡാൻസ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്, എസ്പെഷ്യലി ഗേൾസ് ഡാൻസ് ചെയ്യണമെങ്കിൽ. പെണ്ണുങ്ങൾ ഡാൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് സൊസൈറ്റി ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് സൊസൈറ്റിയിൽ ഈ കാര്യമൊന്നും നല്ലതല്ല, ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ. കാരണം നിങ്ങൾ ഒരു വലിയ സെലിബ്രിറ്റിയാണ്, ഒരു വലിയ ഡയറക്ടറിന്റെ മോളാണ്. സോ അതായത് ഐ തിങ്ക് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഡയറക്ടറിന്റെ ഒരു മകളായതുകൊണ്ട് താങ്കളെ ആരും ഒന്നും പറയില്ലെന്ന്. ഇല്ല, ഐ തിങ്ക് നിങ്ങൾ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യണ്ടല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവല്ലോ ലൈഫിൽ നിങ്ങളുടെ. ബട്ട് ഞങ്ങളെ പോലത്തെ ആൾക്കാർ ഉത്തരം പറയട്ടെ. മനസ്സിലായില്ല. അതായത് ഞാൻ എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഒരു വലിയ ഡയറക്ടറിന്റെ മകളല്ലേ, അതുകൊണ്ട് സ്ട്രഗിൾ ഒന്നും ഉണ്ടായി കാണില്ലെന്നാണ്. ഇത് തന്നെയാണോ ചോദ്യം? അല്ല, ശരിക്കും എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, മാഡത്തിന് ഞാൻ അതായത് ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ള പെണ്ണുങ്ങളുണ്ടല്ലോ, അവരും മുകളിലോട്ട് കയറി വരാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. സ്ത്രീകൾ ഇൻഡസ്ട്രിയിൽ മുന്നേറുന്നതിനെ കുറിച്ചോ അതോ മറ്റെന്തെങ്കിലും ജോലിയെ കുറിച്ചാണോ? ഏതൊരു ഫീൽഡ് ആയാലും ശരി. അത് ഞാൻ ആ ചോദ്യം വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയാം. അദ്ദേഹം പറയുന്നത്, നമ്മുടെ ഈ സമൂഹത്തിൽ സ്ത്രീകൾ മുന്നോട്ട് വരാൻ ശരിക്കും കഷ്ടപ്പെടുകയാണ്. പക്ഷേ താങ്കൾ ഒരു ഫേമസ് ഡയറക്ടറുടെ മകളായതുകൊണ്ട് നല്ല സന്ദർഭങ്ങൾ കിട്ടി. അതുകൊണ്ട് കിട്ടിയതാണ്. സാധാരണ സ്ത്രീകൾക്ക് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ കിട്ടില്ലെന്നാണ്. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അങ്ങനെയാണോ? നിങ്ങൾ ചോദിച്ച ആ ചോദ്യം എനിക്ക് തെറ്റിട്ടില്ലെങ്കിൽ അങ്ങനെ എന്തുകൊണ്ട് നടക്കുന്നു, നടക്കാൻ പാടില്ലാത്തതല്ലേ എന്ന് എന്നോട് ചോദിക്കുകയാണോ? അതെ, അതന്നെ. അത് തീർച്ചയായും തെറ്റാണ്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യ. എനിക്കറിയില്ല, ഡയറക്ടറിന്റെ മകളായതുകൊണ്ട് എന്റെ ഫാമിലിയിലാണെങ്കിൽ എന്റെ അബ്രിങ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ആസ്ട്രോണറ്റ് ആവണമെന്ന് വിചാരിച്ചാലും എന്നെ സപ്പോർട്ട് ചെയ്യും. കാരണം എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ആർക്കും ആരുടെയും അനുമതിയുടെ ആവശ്യമില്ല. അല്ല, അതൊരിക്കലും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഇക്കാര്യം പറയുന്നത്. എന്തെങ്കിലും മെസ്സേജ് ആയിട്ട് പറയുകയാണെങ്കിൽ ഗേൾസിനോട് എപ്പോഴും പറയേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടിയാണ് കഷ്ടപ്പെടേണ്ടത്. നിങ്ങളുടെ അമ്മ പറഞ്ഞു എന്ന് ഒരിക്കലും പറയരുത്. അമ്മയുടെ ആഗ്രഹം അതായതുകൊണ്ട് ഞാൻ അത് ചെയ്തു എന്നൊരിക്കലും പറയരുത്. അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾ കേൾക്കാൻ പാടില്ലെന്നല്ല, നിങ്ങളുടെ ഡ്രീമിന് വേണ്ടി പരിശ്രമിക്കണം. നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് അതാവണം ഇതാവണം എന്ന് പറയല്ല വേണ്ടത്. നമ്മൾ തീർച്ചയായും അതിനുവേണ്ടി ശ്രമിക്കണം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ആരെങ്കിലും അതിന് തടസ്സമായാൽ നിങ്ങൾ ധൈര്യമായി ചെന്ന് അവർക്കുള്ള മറുപടി കൊടുക്കണം. എനിക്ക് ചെയ്തേ പറ്റൂന്ന് അവരോട് തുറന്നു പറയണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നതെല്ലാം അവർ ചെയ്യണം. അത് ഡാൻസിംഗ് ആണെങ്കിലും ഓട്ടമത്സരാണെങ്കിലും അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്തിരിക്കണം. നിങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യഥാർത്ഥത്തിൽ ജനങ്ങൾ കൂടുതൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ചും സ്ത്രീകൾ, ഞങ്ങൾക്ക് എങ്ങനെ ആലിയ ഭട്ടാകാൻ സാധിക്കും? അതായത് ഞങ്ങൾക്കും ആലിയയെ പോലെ സക്സസ്ഫുൾ ആകണമെന്ന്. അല്ല, എനിക്ക് പറയാനുള്ളത് ആലിയയെ പോലെയാകാൻ ആരും ശ്രമിക്കരുത് എന്നാ. കാരണം എല്ലാവർക്കും അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട്, അവരുടെ ഓൺ പേഴ്സണാലിറ്റി ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ബെറ്റർ ആയിരിക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അതാണ് ശരി. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഫിക്സ് ഫോർമുല, ഇക്കാരണം കൊണ്ടാണ് ഞാൻ സക്സസ്ഫുൾ ആയെന്ന്. ആ ഓപ്പർച്യൂണിറ്റി എനിക്ക് വളരെ വേഗത്തിൽ കിട്ടിയതുകൊണ്ടാണ്, ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ മഹേഷ് ഭട്ടിന്റെ മകൾ. ജനങ്ങൾക്കെന്നെ അറിയാം. പക്ഷേ അതുകൊണ്ട് മാത്രം എനിക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാൻ ഏകദേശം 13 പടങ്ങൾ ചെയ്തു. ഡയറക്ടേഴ്സ് എന്റെ അടുത്ത് വരുമ്പോൾ ഞാനത് തമാശയായി കണ്ട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ പെരുമാറിയാൽ അവർ ഒരിക്കലും എന്നെ അന്വേഷിച്ചു വരില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഹാർഡ് വർക്ക് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു കാര്യം പറയാറില്ലേ, എക്സ് ഫാക്ടർ. അതൊരിക്കലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യ. അതും സത്യത്തിൽ ഒരു വലിയ ഫാക്ടറാ. അതെന്താന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ വലിയ ഫാക്ടർ തന്നെയാ. എന്തെങ്കിലും മനസ്സിലാക്കും. അതൊരിക്കലും മനസ്സിലാവില്ല. We are seeing you from Shehnaya to Utta Punjab and it is a very diverse role. അതിലൂടെ നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും വളർച്ചകൾ സംഭവിച്ചോ? Every character has changed me some way or other.
ബട്ട് ദി എൻഡ് ഓഫ് ദി ഡേ എന്റെ വർക്ക് കൊണ്ട് എഫക്റ്റഡ് ആവാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ദ ബെസ്റ്റ് വേ ടു ബി ഈസ് ടു നോ ദാറ്റ് വർക്ക് യു ബി സീരിയസ് അബൌട്ട് അവർ ബട്ട് യു ഡോണ്ട് ടേക്ക് സെൽഫ് യു സീരിയസ്ലി. നിങ്ങളുടെ ജോലി ജീവിതത്തിലെ ഒരു ഭാഗം മാത്രമാണ്. അത് ജീവിതമായി മാറരുത്. അതിനു അപ്പുറം നമ്മൾ ബന്ധുക്കളായും സുഹൃത്തുക്കളായി ഇടപഴകി. ഞാൻ വീട്ടിലേക്ക് പോയ ആലിയ ഭട്ടല്ല, ആലു ആയിട്ടാണ് മാറാറുള്ളത്. നിങ്ങൾ എപ്പോഴും ബബ്ലിയാണ്. ഐ എം ഓൾവേസ് ബബ്ലി, പക്ഷെ ഒരിക്കലും ബബ്ലി ആയിരിക്കില്ല. എനിക്ക് ആലു ആണ് ആയിരിക്കേണ്ടത്. ഈ ആർട്ടിസ്റ്റിന്റെ കൂടെ ആക്ട് ചെയ്യണമെന്ന് വല്ല ആഗ്രഹവും താങ്കൾക്കുണ്ടോ? ഓൾറെഡി താങ്കൾ ഷാരൂഖ് ഖാനോടൊപ്പം ആക്ട് ചെയ്തു, രൺബീറിനൊപ്പം ആക്ട് ചെയ്തു. അങ്ങനെ ഏതെങ്കിലും ഒരു സ്റ്റാറിനൊപ്പം ആക്ട് ചെയ്യണമെന്ന് വല്ല ആഗ്രഹം? എനിക്ക് അങ്ങനെയുള്ള ലിസ്റ്റ് ഒരുപാടുണ്ട്. എനിക്ക് എല്ലാവരോടും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാ ഡയറക്ടേഴ്സിനോടൊപ്പം. പക്ഷെ ഒരുപാട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മിസ്റ്റർ ബച്ചൻ. അതിപ്പോ നിറവേറാൻ പോവുകയാണ്. ഇപ്പൊ ഞങ്ങൾ ബ്രഹ്മാസ്ത്രയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അത് അയൻ മുഖർജിയാണ് ഡയറക്ട് ചെയ്യുന്നത്. രൺവീർ അഭിനയിക്കുന്നു. അതിൽ ബച്ചൻ സാറും ഉണ്ട്. ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് അവരോടൊപ്പം വർക്ക് ചെയ്യുന്നതിന്. പക്ഷെ ഞാനിത് വായിച്ചിരുന്നു, താങ്കൾക്ക് അമീർ ഖാൻ തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാനിൽ ഒരു റോൾ ഓഫർ ചെയ്തിരുന്നു, പക്ഷെ താങ്കൾ അത് റിജക്ട് ചെയ്തു. ശരിയല്ലേ? ഇല്ല, ഇതുപോലെ ഒരുപാട് പടങ്ങൾ വരും. ഇതുവരെയും അമീർ എനിക്കൊന്നും ഓഫർ ചെയ്തില്ല. അല്ല, അഭിനയിക്കാത്ത പടങ്ങളെക്കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വല്ല ഡ്രീം റോളും ഉണ്ടോ? നല്ലൊരു നെഗറ്റീവ് ക്യാരക്ടർ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് ഷാരൂഖ് ഖാൻ ഡറിൽ ചെയ്തില്ല, അതുപോലത്തെ. അതായത് രൺബീർ ഈ പത്മാവതി, അതേപോലെ തന്നെ. ഏതാണ്ട് നെഗറ്റീവ് ഉള്ള, നിങ്ങൾക്കറിയോ, ഏതാണ്ട് പുറത്ത് വെകിളിത്തരം കാണിച്ച് കലിയോടെ. മാം, നോർമലി സഹോദരങ്ങൾക്കിടയിൽ നിറയെ വഴക്ക് നടക്കാറില്ലേ? മാഡത്തിന് ഒരു സിസ്റ്റർ ഉണ്ട്, നിങ്ങൾക്ക് ഏജ് ഡിഫറൻസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും വഴക്കുണ്ടാവാറുണ്ടോ? 5 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ സമയം കിട്ടാറില്ല ഞങ്ങൾക്കിടയിൽ വഴക്കിടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരുപാട് വഴക്കിടാറുണ്ട്, പിണങ്ങിയിരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ എന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമായിരിക്കുകയാണ്. ഷീ ഈസ് ദ ഇമ്പോർട്ടന്റ് പേഴ്സൺ ടു മീ. ഇപ്പോ ഞാൻ ഇറിറ്റേറ്റ് ആയാലും സ്ട്രെസ്ഡ് ആയാലും അവരോടൊപ്പം ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ എന്റെ മൂഡ് ആകെ ചേഞ്ചായി തീരും. ഞാൻ കരുതുന്നത് ഈ ലോകത്തിലെ ഏറ്റവും നല്ല സോൾ അവരാണെന്നാണ്. അവർ ശരിക്കും ഒരു ഏഞ്ചലിനെ പോലെ. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ എന്താ റിലേഷൻ എന്ന്? വളരെ നല്ല ബന്ധത്തിലാണുള്ളത്.